ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്തിലാണ്. മൺറോ തുരുത്തിലെ കാരോത്രക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് പോകാനുള്ള വള്ളമാണ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സാണ്. അപ്പോൾ നമുക്ക് ഈ വള്ളത്തിൽ ഇതിൽ സഞ്ചരിച്ച് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണ്ട. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:15 അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അസ്തമയമൊക്കെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ കൂടെ തന്നെ ചേട്ടൻ പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് ഇതിൽ പോയി നോക്കാം. സക്കിന് തലട്ടോ ഇതില് പീപ്പി ഉണ്ടാക്കുമായിരുന്നല്ലേ ഈ സാധനത്തില്. അവരുടെ മതി അല്ലേ? മറന്നുപോയി, പണ്ടേ കാലം ഉണ്ടാക്കിയതാ. ചേട്ടൻ്റെ പേരെന്താ? ആകൂ. എവിടെ വീട്? അടുത്താണോ? അത് തന്നെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളമുണ്ട്? 2. ഡെയിലി ടൂറിസ്റ്റുകൾ വരുന്നുണ്ടോ? അവധി ദിവസമുണ്ടല്ലേ. ഈ രാവിലെയാണോ വൈകിട്ടാണോ അധികം ആളുകൾ? ഏതാ? ആ 2 സമയത്തും ആളുകൾ വരുന്നുണ്ടല്ലേ. സീസൺ വല്ലതും ഉണ്ടോ അവിടെ? ഇപ്പൊ ഫോറിനേഴ്സ് സീസൺ ആണല്ലോ. ഓ ശരി ശരി. ആ ഇപ്പൊ നമ്മൾ ഏത് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? എസ് വളവ്. ആ അഷ്ടമുടിക്കായലിലേക്ക് ഒന്ന് കയറും. ഏതാ? കല്ലടയാറിന്റെ ഭാഗം അല്ലേ. ശരിക്ക് മൺറോ തുരുത്ത് എന്ന് പറയുന്നത് എന്തോരം ഏരിയ ഉണ്ട്? ഇത് 6 കിലോമീറ്റർ. ഓ ശരി. ഓക്കെ. ആ എത്ര ദ്വീപാണ് ശരിക്കും ഇവിടെ? 6 ദ്വീപുണ്ട് അല്ലേ. അത് തമ്മിൽ കണക്ഷൻ ഉണ്ടോ? അതെ, എല്ലാ റോഡായല്ലേ. ആ കടത്തേർന്ന് പോകണം അല്ലേ. ആ ഓക്കെ. ആ 6 തുരുത്തും മൺറോ തുരുത്തിന്റെ ഭാഗം തന്നെയാണോ? ഏതാ? ആ പള്ളി പണിതല്ലേ. ശരിക്കും ഇങ്ങോട്ട് വരാനായിട്ട് ബസ് റൂട്ട് ഏതിലേക്കുള്ളത്? അത് ചിറ്റല വന്ന പന്നിക്കാവ് ശാസ്താട്ട് എന്നൊക്കെ വരുന്നുണ്ട്. ചില എപ്പോഴും മൺറോ തുരുത്ത് ബസ്സുണ്ട്. പിന്നെ ട്രെയിനാണ്. ട്രെയിൻ വെളുപ്പിലേ ഉണ്ടല്ലോ. 4:30 തൊട്ട് 3 ട്രെയിനുണ്ട് ഇവിടെ തന്നെ സ്റ്റേഷൻ. ഇങ്ങോട്ട് അപ്പോൾ ഈ ദൂരെ നിന്നുള്ള വളരെ എക്സ്പ്രസ് വന്നിട്ട് ഈ ഷട്ടിലിന് അങ്ങോട്ട് വരും. കൊല്ലത്ത് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരും അല്ലേ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വള്ളമൊക്കെ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ആ അങ്ങനെ എത്ര ടീമുകളുണ്ട് ഇവിടെ ഇങ്ങനെ നടത്തുന്നത് ഈ വള്ളം? ഒരുപാട് പേരുണ്ടല്ലേ. 100 വള്ളത്തോളം ഉണ്ടല്ലേ. അങ്ങനെ വരുന്നൊരു ഫുഡിൻ്റെ കാര്യം പറയുന്നത്. ആ അപ്പോൾ ഫുഡൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ എങ്ങനെയാണ് നിങ്ങൾ പാക്കേജ് എടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിനുണ്ട്. അനുസരിച്ച് ഒരു 6-7 വരെ നമ്മളൊരു വള്ളത്തെ കൊണ്ടുപോകും. മണിക്കൂർ 500 ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ 1200. 3 മണിക്കൂറിന് 1200. ഫുഡിന് 70-80 രൂപ. ഓക്കെ ഒരാൾക്ക്. നോൺ വെജ് ആണെങ്കിലോ? അത് അരി ചുടക്കും. പിന്നെ ഉച്ചക്കുള്ള ഫുഡ് കരിമീൻ, 2 റോസ്റ്റ്, കക്ക ഇതെല്ലാം കൊടുക്കും. ഒരു 300 രൂപ. ഉച്ച സമയത്ത് വരുന്നുണ്ടോ ആളുകൾ? ഉണ്ടല്ലേ. എന്നാൽ അവരെ 300 രൂപ. ഇവിടെ 750 ഒക്കെ. ഓ ഈ വരുന്നവരെ ശരിക്കും നിങ്ങൾ ഇതിൽ വള്ളത്തിൽ ഏത് ഏരിയ വരെ കൊണ്ടുപോകും? നമ്മൾ ഈ അഷ്ടമുടിക്കായലിലോട്ട് കൊണ്ടുപോയി അവിടെ കണ്ടലുണ്ട്, ആർച്ച് മാരിയിരിക്കുന്നത്. കണ്ടല്ലേ. അതിനകത്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് നമ്മൾ വേറെ വഴിയാണ് വരുന്നത്. അവിടെ കൊഞ്ചോളം കരിമീനുകളാണ്. അതിലെ കൂടെ വരും. പിന്നെ അവിടെ ചെത്തുന്ന ഒരു സ്ഥലമുണ്ട്, തള്ളി എത്തുന്നത്. അത് കാണിക്കും. കറന്നുണ്ട മേടിച്ചു കൊടുക്കും. നല്ല കള്ളാണ് അവിടെ. കയറുണ്ട്, നല്ല കള്ളാണെന്ന് ചെത്തുകൾ. പക്ഷെ ഇന്നില്ല, ഇന്ന് ഭയങ്കര പ്രിയമായിരുന്നു. പിന്നെ കയറുവരിപ്പ് കാണിക്കും.
ഇരിക്കടാ. പാലത്തിനൊക്കെ ഭയങ്കര ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമ്മള് ശ്രദ്ധിച്ചാണ് ഇരിക്കാനായിട്ട് കഴിഞ്ഞത്. ഏതാ? ഓ കുറച്ച് ചെയ്യണല്ലേ. അപ്പൊ ഈ ചെറിയ വഞ്ചികൾ മാത്രമേ പോകുള്ളൂ. എങ്ങനെ താഴെ? അതെന്താണ്? താഴെ ഇരിക്കുള്ളൂ. ഹോം സ്റ്റേ ഉള്ളത് എവിടെയാണ്? അത് എവിടെയാണ് നിങ്ങളുടെ ഉള്ളത്? എവിടെയാണ്? ഇല്ല, അവിടെ തന്നെ അല്ലേ. ഒരു ദിവസത്തേക്ക് 1800 അല്ലേ? AC 1300. AC 1800, നോൺ AC 1300. ഹോം സ്റ്റേ. ഓക്കെ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒക്കെ തങ്ങാൻ പറ്റും. എത്ര രൂപയ്ക്ക് തങ്ങാൻ പറ്റും? 4 പേർക്ക് കട്ടിലേക്ക് കിടക്കാം. താഴെപ്പായിട്ട് മരങ്ങളൊക്കെ നല്ല താന്നാണ്ട് നിൽക്കണത് കണ്ടോ. നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം. ഇതെന്ത് മരം കേട്ടാ? ഈ മരം വില കൂടുതലത് ഫർണിച്ചറിനല്ലേ? അത് ഈ മരം കണ്ടോ, ഇത് ഫർണിച്ചറിന് എടുക്കുന്ന കണ്ടോ. ആണല്ലേ? ഉപയോഗിക്കും അല്ലേ? ഓ. അപ്പൊ ഇത് ഈ വെള്ളത്തിന്റെ സൈഡിലാണ് ഇത് കൂടുതലുള്ളത്. ഇവിടെ ഈ വെള്ളത്തിന്റെ സൈഡിലാണ് ഉള്ളത് കൂടുതൽ. ഉണ്ടത് അല്ല, ഇവിടെ നിൽക്കണ കംപ്ലീറ്റ് ഈ മരം തന്നെയാണെന്ന് തോന്നുന്നു. ഈ സൈഡിൽ. ഓ. എത്ര അമ്പലം ഉണ്ട് ഇവിടെ മൊത്തം? എല്ലാ തുരുത്തിലൂടെയായിട്ട്. അതേ ഇവിടുത്തെ ഒരു അമ്പലം ഉണ്ടേക്ക് കാണുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അപ്പോൾ ഈ മൊത്തം എല്ലാ തുരുത്തിലൂടെയായിട്ടേ 13, 14 അത്രയും അമ്പലം ഉണ്ടെന്നാണ് പറയണേ. മുളച്ചിന്ദ്ര ആണ് മെയിൻ അമ്പലം. ഓ ശരി ശരി. ഓക്കെ. 2 കോടി വരെ ഉള്ള അല്ലേ? എല്ലാ അമ്പലത്തിലും ഉത്സവവും കാര്യങ്ങളൊക്കെ ഉള്ളതാണോ? 3 ദിവസം. ഓ. ഒതളങ്ങ. ഒതളങ്ങ ഉണ്ട് ഈ കാണണേ. ഇഷ്ടംപോലെ ഉണ്ടായി കിടക്കണ്ടല്ലോ ഒതളങ്ങ. അല്ല, എത്ര വേണ്ട, എത്ര പ്രായമെന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മള് ഇതില് പോയിട്ട് കറങ്ങി, ഇവിടെ ഒരു വഴിയുണ്ട, ഇതില് നമ്മൾ കറങ്ങി വരുന്നുണ്ട ചേട്ടൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ സ്ട്രേറ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതില് ചുറ്റി വരും. ഇവരോട് പഴയ പാലം ഒന്നാണ്. പാലം ഇത്തിരി ശോചനീയമായ അവസ്ഥയാണ്. പാലം കമ്പിയൊക്കെ പുറത്താണ്. ഒരുപാട് പഴക്കമുള്ളതാണോ പാലം? ഇല്ല. അപ്പൊ പണിയുടെ കുഴപ്പമാണ്. പാലയാ? ഉപ്പാണല്ലേ? ഉപ്പ. ആ. ഇവിടെ ഈ കാണുന്നതേ കമ്പട്ടി എന്ന് പറഞ്ഞൊരു മരം കേട്ടോ. അപ്പം അത് എന്തിനായിട്ട് അത് ഉപയോഗിക്കുന്നു പറഞ്ഞത്? കുപ്പിയുടെയൊക്കെ കോർക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരം ഉണ്ടത്. കുപ്പിക്ക് അടപ്പുണ്ടാക്കലോ കോർക്ക്. കമ്പട്ടി എന്ന് പറഞ്ഞ മരം. ഇത് എന്താ അതിന്റെ പ്രത്യേകത? തടിക്ക് നല്ല സ്ട്രോങ് തടിയാണ് ഇതിന്റെ. ഈ ശബരിമലക്ക് തേങ്ങ നിറയ്ക്കാൻ ആ കോർക്ക് അതുണ്ട്. ഇതല്ലേ കമ്പട്ടിയില്ലേ? വട്ടക്കായലാണിത്. അപ്പോൾ നമ്മൾ വട്ടക്കായലിലേക്ക് എത്തിട്ടോ.
ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നെഞ്ചിന്റെ നമ്മുടെ ഒരു നെഞ്ചിന് താഴെ അത്രയോ ഇവിടെ ആഴമുള്ളൂ. അപ്പൊ നീന്തി കുളിക്കാനൊക്കെ നല്ല സ്ഥലമാണ് പറഞ്ഞത്. ഇറങ്ങാടാ. ഇപ്പൊ സമയം ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. 6:25 സൺസെറ്റ്. ഇപ്പൊ തന്നെ നല്ല വ്യൂ ആയിട്ടുണ്ട്. അടിപൊളിയാണ് ഉണ്ടാവില്ല കാണാനായിട്ട്. നമ്മൾ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ കാണാൻ പറ്റിയ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിർത്തിയാണത്. ഇപ്പൊ നമ്മൾ ആ വട്ടക്കായൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നേ അഷ്ടമടി കായലിലേക്ക് കടന്നിട്ടാ. അപ്പൊ ഇവിടെ ഇങ്ങനെ കല്ലിട്ട് തിരിച്ചിട്ടുണ്ട്, കല്ലും കുറ്റിയൊക്കെ ഇട്ട്. ഇതൊക്കെ കണ്ടലാണ് കേട്ടോ. ഇതല്ലേ, ഇത് കണ്ടലാണ്ട് ഈ കാണുന്നത്. നമ്മളിവിടെ അഷ്ടമണി കായലിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ അകലെയായിട്ട് ഒരു തുരുത്ത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം പിടിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ സൺസെറ്റ് ആവാറായതുകൊണ്ട് അങ്ങോട്ട് പോക്ക് നടക്കില്ല. അപ്പോൾ രാവിലേക്ക് വന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ആ തുരുത്തിൻ്റെ പേര് എന്താ? പള്ളിയാത്തുരുത്ത് എന്നാണ് തുരുത്തിൻ്റെ പേര്. ഐലൻഡുകളിൽ ഹോം സ്റ്റേ ഉണ്ടോ? ഞാൻ കാണിക്കാം. അവിടെ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മളിത് കുറച്ച് ഏരിയ ഇങ്ങോട്ട് പോകുന്നിട്ടോ. അപ്പോൾ ഇത് അവിടെ ആയിട്ടാണ് ഈ കണ്ടൽക്കാടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഭാഗമുണ്ട്, അതൊക്കെ ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഹോം സ്റ്റേയും സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അവിടെ താമസമൊന്നുമില്ല, അതൊരു ദ്വീപാണ്. അപ്പോൾ ഈ ഭാഗത്തുണ്ട് നമ്മൾ രാവിലെ വന്നെങ്കിൽ ഉദയം കാണുന്നത് ഇവിടെയാണ്. അവർ ഉദയം കാണാൻ വേണ്ടി ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതേ സൺസെറ്റ് ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കണം. ഇവിടെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അത് മണിക്കൂറിന് 200 രൂപയാണ് റേറ്റ്. പിന്നെ പെഡൽ ബോട്ട് ഉണ്ട്. പെഡൽ ബോട്ട് എങ്ങനെയാണ് റേറ്റ്? മണിക്കൂറിന് 200. അതും മണിക്കൂറിന് 200 രൂപയാണ് റേറ്റ്. അതെല്ലാം ഇതവിടെയാണ്. അപ്പോൾ നമ്മളത് ആ കണ്ടൽക്കാടിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. അടിപൊളിയാണ്ടത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ആർച്ച് പോലെ അതിൻ്റെ ഇടയ്ക്കിടെ ഇങ്ങനെ വെള്ളം കടന്നു പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ ഇവിടുത്തെ സൺസെറ്റ് ആവാറായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. ഏകദേശം സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ കളറൊക്കെ മാറി തുടങ്ങി. തിരിച്ചിട്ട് മനസ്സിലാവുന്നത് എല്ലാരും നിർത്തും. എന്തോ പറയുന്നില്ല. ഇതേത് ഭാഷ തമ്പുരാനെ? നമ്മളെ ഇവിടെ വെള്ളമൊന്നും ഒതുക്കിട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ചായ, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടണമെങ്കിൽ അതിനൊക്കെയുള്ള കടയുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചായ കുടിക്കാം. ഈ സ്ഥലത്തിന്റെ പേരെന്താ ശരിക്കും? മണക്കടവ് എസ് വളവ്. ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബൈക്കൊക്കെ ഇനി അറ്റം വരെ പോവാം അല്ലേ?
അതാ മെയിൻ റോഡ്, അവിടെ നിന്ന് വന്നിട്ടേ. ഓക്കെ, മെയിൻ റോഡ് അവിടെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ചായ പറയാം. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയിട്ട്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സൈഡിലൂടെ ഒരു വഴിയുണ്ട്, അപ്പോൾ അതിൽ തിരിഞ്ഞ് ഇപ്പോൾ വേറെ റൂട്ടാണ് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ വെളിച്ചമൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ വഞ്ചിയോ അല്ലെങ്കിൽ ഹോം സ്റ്റേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഈ ചേട്ടൻ ബാബുച്ചേട്ടൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചിട്ട് വരാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ സ്ഥലത്തെ കാഴ്ചകളൊക്കെ വീണ്ടും കാണാം. ബൈ.